Question number 20. Ray optics and optical instruments എന്ന് പറയുന്ന ലെസണിൽ നമ്മൾ സ്ഫെറിക്കൽ മിറേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ സ്ഫെറിക്കൽ മിറേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The distance between object and 3 times magnified real image is 40 centimeter. The focal length of the mirror used is dash centimeter. So distance between object and 3 times magnified real image. Magnified real image. അല്ലേ? അപ്പോൾ ആരാ മിറർ? കോൺകേവ് മിറർ. ഓക്കെ, അപ്പോൾ ഒരു കോൺകേവ് മിറർ ഉണ്ട്. മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ആയതുകൊണ്ടാണ് ഞാനത് കോൺകേവ് മിറർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഇവിടെ അതിൻ്റെ ഫോക്കസ് ഉണ്ട്, ഇവിടെ അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ ഉണ്ട്. ഓക്കെ, ദെൻ മാഗ്നിഫൈഡ് ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെക്കേണ്ടത് ബിറ്റ്വീൻ എഫ് ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ്, അല്ലേ? ആൻഡ് മാഗ്നിഫൈഡ് റിയൽ ഇമേജ് നമ്മൾ കിട്ടുന്നത് ബിയോണ്ട് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഈ രണ്ടാളുകളുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. റൈറ്റ്, ആക്ച്വലി ഈ ഡിസ്റ്റൻസ് അല്ലാണ് നമ്മളെ യു, അല്ലേ? ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? ആ ഇമേജിൽ നിന്ന് ഇതിൻ്റെ പോളിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? വി എന്ന് പറയുന്നത്, അല്ലേ? അവിടെ നിന്ന് എനിക്കൊരു കാര്യം ക്ലിയർ ആയി. ആ വി എന്ന് പറയുന്നത് എന്താണ്? യു പ്ലസ് 40 ആണ് എൻ്റെ വി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനിക്ക് ആ വിയോ യുവോ കണ്ടുപിടിക്കണം, എഫ് കാണണമെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. അതിന് മാഗ്നിഫിക്കേഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. മാഗ്നിഫിക്കേഷൻ 3 ആണ്. എം ഈക്വൽ ടു മൈനസ് വി ബൈ യു എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? 3 ടൈംസ് മാഗ്നിഫൈഡ് റിയൽ ഇമേജ്. അതിന് മീനിങ് എന്താ? 3 ടൈംസ് മാഗ്നിഫൈഡ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ 3 ആണ്, അല്ലേ? അതെന്ത് ഇമേജ് ആണ്? റിയൽ ഇമേജ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണ്. നമ്മൾ പഠിച്ചതാ, അല്ലേ? അപ്പൊ ഇതാ ഇവിടെ ഈ എം എന്ന് പറയുന്നത് -3 അല്ലടാ, ഈക്വൽ ടു മൈനസ് വി ബൈ യു. കാരണം ഈ വിയും യു ഒക്കെ ഒരേ സൈഡിലായതുകൊണ്ട് സൈനസ് സെയിമായിരിക്കും, കട്ട് ചെയ്ത് പോയിക്കോളും, അല്ലെ? ഈ മൈനസും പോയി, അല്ലെ? ആ മൈനസും കട്ട് ചെയ്ത് പോയാൽ വി ഈക്വൽ ടു നമുക്ക് 3u എന്ന് കിട്ടിയില്ലടാ, അല്ലെ? അത് ഞാൻ ഇവിടെ കൊടുത്താൽ വിന്റെ സ്ഥാനത്ത് 3u എന്ന് കൊടുത്താൽ ഈക്വൽ ടു യു പ്ലസ് 40, അല്ലെ? അപ്പൊ 40 എത്ര ആയിരിക്കണം? 2u ആയിരിക്കണ്ടേ? അപ്പൊ 2u എന്ന് പറയുന്ന 40 ആണ്. അപ്പൊ ഒറ്റയടിക്ക് ഈ യു കിട്ടി. യു എത്രയാ? 40. സോറി, യു എത്രയാ? 20, അല്ലേ? ആ യു 20 ആണെങ്കിൽ വി എത്രയായിരിക്കും? 60 ആയിരിക്കും, ശരിയല്ലേ? ഞാൻ അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇതുള്ളേ. അതായത് നിങ്ങൾ ഇവനെ വെക്കേണ്ടത്, ഈ ഒബ്ജക്റ്റിനെ വെക്കേണ്ടത് ഇവിടുന്ന് 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണെന്നും ഇമേജ് ഉണ്ടാവുന്നത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാ? 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. പക്ഷെ നിങ്ങൾ ആ വാല്യൂ ഇക്വേഷനിൽ കൊടുക്കുന്ന സ്ഥിതി വിത്ത് സൈൻ തന്നെ കൊടുക്കണം, അല്ലെ? ഞാൻ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഇപ്പം പറഞ്ഞു. യു 20 ആണ്, അതായത് 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസിനാണ് വെക്കേണ്ടത്. അപ്പൊ 60 സെന്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഇമേജ് ഫോം ചെയ്യും, അല്ലെ? എനിക്ക് എന്താ കണ്ടത്? ഫോക്കൽ ലെങ്ത് അല്ലടാ. ആ ഫോക്കൽ ലെങ്ത് കാണാൻ ഞാൻ എൻ്റെ മിറർ ഫോമുല യൂസ് ചെയ്യാൻ പോവാണ്, അല്ലെ? നിങ്ങൾ മിറർ ഫോമുല പഠിച്ചതല്ലേ? എന്താണ് മിറർ ഫോമുല? 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v, അല്ലെ? അപ്പൊ 1/f ഈക്വൽ ടു യു എത്രയാ? 20 ആണ്, അല്ലെ? ഇവിടുന്ന് 20 സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. പക്ഷേ ശ്രദ്ധിക്കണം, പോളുന്ന ലെഫ്റ്റിലേക്കാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അപ്പൊ യുവിന്റെ വാല്യൂ ഇക്വേഷന് കൊടുക്കുന്ന സമയത്ത് -20 എന്ന് കൊടുക്കണം, പ്ലസ് 1/-60. കാരണം ഈ ഇമേജും ഫ്രണ്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്, അല്ലെ? സോ നമ്മൾ നോക്കിയാൽ, സോ ദാറ്റ്സ് ഈക്വൽ ടു 1/f ഈക്വൽ ടു -1/20 പ്ലസ് -1/60. ഓക്കെ, ഇത് സോൾവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. ഇവന്റെ ഡിനോമിനേറ്റർ കൂടി 60 ആക്കും നമ്മൾ, അല്ലെ? അപ്പൊ നമ്മളിവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ -3/60 പ്ലസ് -1/60. സോ -4/60 എന്ന് തോന്നുന്നു. അത് 1/f ആണ്. അപ്പൊ എഫ് നമുക്ക് വരിക -60 / 4 എന്നാണ്. അത് ചെയ്താൽ -15 സെന്റിമീറ്റർ എന്നാണ് ആൻസർ വരിക. സോ ഓപ്ഷൻ 4 ആണ് വരുന്നത്, -15 സെന്റിമീറ്റർ.